ഈ ബൈബിൾ സ്റ്റഡിയുടെ 3-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. ഒരു മനുഷ്യനെ കുറിച്ചും പാറയെന്ന് പറഞ്ഞിട്ടില്ല. ഉള്ളത് അബ്രഹാം എന്ന് പറയുന്ന വലിയ പാറയിൽ നിന്നും ഇസ്രായേൽ ജനങ്ങളെ വെട്ടിയെടുത്ത കാര്യത്തെ കുറിച്ച് മാത്രമാണ്. അവിടെ ഒരു അടിസ്ഥാനം എന്ന നിലയ്ക്കല്ല പറയുന്നതും. അതുകൊണ്ട് നാം വഞ്ചിക്കപ്പെടരുത്, സാത്താന്റെ ദുർവ്യാഖ്യാനങ്ങളിൽ പെട്ടുപോകരുത്. പത്രോസ് ഒരു കല്ലു മാത്രമാണ്. ദൈവത്തിന്റെ സഭയെ ഒരു ദേവാലയത്തോട് ഉപമിച്ചാൽ ആ ദേവാലയം നിലനിൽക്കുന്നത് ഒരു പാറമേലാണ്. അത് ക്രിസ്തുവാകുന്ന പാറമേലാണ്. അതിന്റെ മൂലക്കല്ല് യേശു ക്രിസ്തുവാണ്. ആ ഭാഗത്തെ കുറിച്ച് തുടർന്ന് ഞാൻ വിശദീകരിക്കാം. അങ്ങനെ ക്രിസ്തുവാകുന്ന പാറമേൽ ക്രിസ്തു തന്നെ മൂലക്കല്ലായി പണിയപ്പെടുന്ന ഒരു ദൈവാലയമാണ് ദൈവത്തിന്റെ സഭ. ഏറ്റവും അടിയിലായി കുറെ കല്ലുകൾ ഇട്ടിട്ടുണ്ട്. ആ കല്ലുകളാണ് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ തുടങ്ങി അടിസ്ഥാനമിട്ട് അതിന്റെ മുകളിലേക്കാണ് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാറയാകുന്ന ക്രിസ്തുവിൽ ക്രിസ്തു തന്നെ മൂലക്കല്ലായിക്കൊണ്ട് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഏറ്റവും അടിയിലിട്ടതായ കല്ലുകളാക്കി വെച്ചുകൊണ്ട് പണിതുകൊണ്ടിരിക്കുന്നതായ ഒരു കെട്ടിടമാണ് ദൈവത്തിന്റെ സഭ. അതുകൊണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, പത്രോസ് ആണ് പറയുന്നു. പത്രോസ് ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു, നമ്മെ പോലൊക്കെ തെറ്റി വരുന്നവൻ. പത്രോസിന്റെ തെറ്റുകൾ നമുക്ക് പുതിയ നിയമത്തിൽ പല സ്ഥലങ്ങളിലും കാണാവുന്നതാണ്. പൗലോസെ പരസ്യമായി എതിർത്ത് നിൽക്കത്തക്ക വിധത്തിലുള്ളതായ തെറ്റുകൾ പോലും പത്രോസ് ചെയ്തിട്ടുമുണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം പത്രോസ് മഹാഭാവിയായിരുന്നു എന്നല്ല. നമുക്കൊക്കെ പറ്റുന്നത് പോലുള്ള തെറ്റുകൾ, പൗലോസിന് പറ്റിയതുപോലുള്ള തെറ്റുകൾ, യോഹന്നാന് പറ്റിയതുപോലുള്ള തെറ്റുകൾ പത്രോസിനും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പത്രോസിന് ഒരിക്കലും പാറയാകുവാൻ അല്ലെങ്കിൽ പത്രോസിന് ഒരിക്കലും അടിസ്ഥാന ശിലയാകുവാൻ സാധിക്കുന്നതല്ല. അങ്ങനെ പത്രോസാകുന്ന കല്ല് ക്രിസ്തുവാകുന്ന പാറമേൽ വെച്ച് പണി ആരംഭിക്കുകയാണ്. പലരും പറയും പത്രോസായിരുന്നു പാറ, ആ പാറമേലാണ് ദൈവം സഭ പണിതത്. അതുകൊണ്ട് പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പയാണ് സഭയുടെ തലവൻ. ഈ ഭാഗത്ത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, പത്രോസിന്റെ മുകളിലാണ് സഭ പണിതത് എന്ന ധാരണ തെറ്റാണെന്ന് ഇപ്പോൾ നാം കണ്ടു കഴിഞ്ഞു. ക്രിസ്തുവാകുന്ന പാറമേലാണ്, അല്ലാതെ പത്രോസാകുന്ന പാറമേലല്ല ദൈവത്തിന്റെ സഭ പണിയപ്പെട്ടത്. എന്നാൽ പത്രോസിന്റെ മേലാണെന്ന് വെറുതെ ഒരു വാദത്തിന് വേണ്ടി നമ്മൾ അങ്ങ് സമ്മതിച്ചത് കൊണ്ടും ഫലമൊന്നുമില്ല. കാരണം പത്രോസിന്റെ മേൽ തന്നെയാണ് പണിതെന്ന് പറഞ്ഞാലും പത്രോസിന് ഒരു പിൻഗാമിയുണ്ടെന്നും ആ പിൻഗാമി മാർപ്പാപ്പായാണെന്നും പറയുന്നതിൽ യാതൊരർത്ഥവുമില്ല. പത്രോസിന്റെ പിൻഗാമിയാണ് അന്ത്യോക്യയിലെ പാത്രിയാർക്കീസ് എന്ന് പറയുന്നവരുണ്ട്. പത്രോസിന്റെ പിൻഗാമിയാണെന്ന് ഓരോ ദേശത്തുള്ള ഓരോ പാത്രിയാർക്കീസുമാര് പറയാറുണ്ട്. അങ്ങനെ പലരും പലതരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു എന്നല്ലാതെ പത്രോസിനൊരു പിൻഗാമിയുണ്ടെന്നും പത്രോസിനൊരു സിംഹാസനമുണ്ടെന്നും അങ്ങനെ പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ പിൻഗാമിക്ക് കെട്ടാനും അഴിക്കാനും അധികാരമുണ്ടെന്നും സ്വർഗത്തിലേക്ക് ആരൊക്കെ കയറിപ്പോകണം കയറരുത് എന്നൊക്കെ ഈ പിൻഗാമിയാണ് തീരുമാനിക്കുന്നതെന്നും പലരും പഠിപ്പിക്കാറുണ്ട്. ശുദ്ധ വിഡ്ഢിത്തങ്ങളാണിത്. ഇതുപോലുള്ള മണ്ടത്തരങ്ങളുടെ പിന്നാലെ പോയി നമ്മുടെ ജീവിതം നാം വ്യർത്ഥമാക്കരുത് എന്നുകൂടെ സാന്ദർഭികമായി പറയട്ടെ. നമുക്ക് നാം പഠിച്ചുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് മടങ്ങി വരാം. ക്രിസ്തുവാകുന്ന പാറമേൽ പത്രോസാകുന്ന കല്ലുകൾ ഉപയോഗിച്ച് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു കെട്ടിടമാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. ആരാണ് ഈ കെട്ടിടത്തിന്റെ അടിസ്ഥാനമെന്ന് പത്രോസ് വ്യക്തമാക്കുന്നു. 1 പത്രോസ് 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവരിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അവൻ വിലയേറിയവനാകുന്നു. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നിരിക്കുന്നു. പത്രോസ് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, ക്രിസ്തുയേശുവാണ് ദൈവസഭയുടെ അടിസ്ഥാനം. ക്രിസ്തുയേശുവാകുന്ന ആ അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു കെട്ടിടമാണ് ദൈവത്തിന്റെ സഭ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലാണ് യേശു ക്രിസ്തു. ആ കല്ലിന്റെ അടുത്തേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്കും ജീവൻ ലഭിക്കുന്നു. അങ്ങനെ നാം ആകുന്ന ഈ ജീവനുള്ള കല്ലുകൾ ഉപയോഗിച്ച് ആത്മീയ ഗ്രഹമായി ദൈവത്തിന്റെ സഭ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തു തന്നെയാണ് സഭയുടെ അടിസ്ഥാനമെന്ന് നാം കണ്ടു കഴിഞ്ഞു. അതേസമയം തന്നെ യേശു ക്രിസ്തു ദൈവസഭയുടെ മൂലക്കല്ലുമാണ്. എന്താണ് മൂലക്കല്ലിന്റെ പ്രത്യേകത?
അടിസ്ഥാനം ബലമുള്ളതായിരിക്കണമെന്നത് ശരി തന്നെ. പക്ഷെ ഏറ്റവും ശ്രദ്ധിച്ചാണ് മൂലക്കല്ലിടുന്നത്. 4 മൂലയ്ക്കും ഓരോ കല്ലിടും. ആ കല്ലാണ് അതിന്റെ അളവുകോൽ നിർണയിക്കുന്നത്, വലിപ്പം നിർണയിക്കുന്നത്, എല്ലാം നിർണയിക്കുന്നത്. ആ കല്ലിന്റെ പരിധി വിട്ട് പിന്നീടുള്ള ഒരു പണിക്കും പോകുവാൻ സാധ്യമല്ല. അങ്ങനെ യേശുക്രിസ്തു തന്നെ മൂലക്കല്ലാണ്. അതേപ്പറ്റി ദൈവവചനത്തിന്റെ പല ഭാഗങ്ങളിൽ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. അതിൽ ചില വാക്യങ്ങൾ നമുക്കിപ്പോൾ നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 11 മുതലുള്ള ചില വാക്യങ്ങൾ ആദ്യമായി നോക്കാം. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് അവൻ തന്നെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് പറയുന്ന ഭാഗമാണിത്. പത്രോസിനെ വിസ്തരിക്കുവാൻ വേണ്ടി മഹാപുരോഹിതന്മാരും സെൻഹദ്രീ സംഘത്തിന്റെ അംഗങ്ങളും ഒക്കെ ചേർന്ന് അവരുടെ മുമ്പിൽ നിർത്തിയിട്ട് പത്രോസിനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഈ രോഗിയെ സൗഖ്യമാക്കുന്നത്? അപ്പോൾ പത്രോസ് അതിന് മറുപടി പറയുകയാണ്, ഈ ബലഹീനായ മുടന്തന് ബലമുണ്ടാകുവാൻ ഇടയായത് നിങ്ങൾ ക്രൂശിച്ചവനായ ആ നസറേയനായ യേശു മുഖാന്തരമാണ്. യേശു പിടിക്കപ്പെട്ട അന്ന് രാത്രിയിൽ പത്രോസിന്റെ അടുക്കൽ വന്നിട്ട് ഒരു ബാല്യക്കാരത്തി ഇവനും അവനോടുകൂടിയുള്ളവനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു പ്രാഗിക്കൊണ്ട് എഴുന്നേറ്റ് പോയ പത്രോസിന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷം നല്ല ധൈര്യമാണിപ്പോൾ. പത്രോസ് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ചവനായ നസറേയനായ യേശു അവന്റെ ശക്തി കൊണ്ടാണ് ഈ മുടന്തൻ ഇപ്പോൾ സൗഖ്യമുണ്ടായിരിക്കുന്നത്. വീട് പണിയുന്നവരായ നിങ്ങൾ അവനെ തള്ളിക്കളഞ്ഞു, പക്ഷേ അവനിപ്പോൾ ഇതാ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. വീട് പണിയുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ചാണ്? അതേ ഈ പുരോഹിതന്മാര്, പരീശന്മാര്, ശാസ്ത്രിമാര്, സെൻഹദ്രീ സംഘത്തിന്റെ അംഗങ്ങൾ, അതായത് യഹൂദ വംശത്തിന്റെ നേതൃസ്ഥാനത്തുള്ളവരായ ആൾക്കാരാണ്. അവരുടെ എല്ലാം മുഖത്ത് നോക്കിക്കൊണ്ട് പറയുന്നു, നിങ്ങളായിരുന്നു യേശുവിനെ സ്വീകരിക്കേണ്ടത്. വാസ്തവത്തിൽ നിങ്ങളാണ് ഈ വീട് പണിയുന്നത്. എന്നാൽ വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞതായി ആ കല്ല് ഇതാ ഇപ്പോൾ മൂലക്കല്ലായി മാറിയിരിക്കുന്നു. നിങ്ങൾ തള്ളിക്കളഞ്ഞെങ്കിലും ദൈവം അവനെ സ്വീകരിച്ചു. ദൈവസഭയാകുന്ന, ദൈവത്തിന്റെ മന്ദിരമാകുന്ന ഈ കെട്ടിടത്തിന്റെ മൂലക്കല്ലായി തീർത്തിരിക്കുന്നു. അവനിലൂടെ അല്ലാതെ ആർക്കും രക്ഷ പ്രാപിക്കുവാൻ സാധ്യമല്ല. മാത്രമല്ല, ഇതേ ആശയം പത്രോസ് പിന്നീട് പറഞ്ഞത് നാം ഇപ്പോൾ കണ്ടു കഴിഞ്ഞതാണല്ലോ. പത്രോസ് പറയുന്നു, ഞാൻ ശ്രേഷ്ഠവും മാന്യമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു. ഈ ബൈബിൾ സ്റ്റഡിയുടെ 3-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.